പിന്നില്ലേ നമുക്കിന്നൊരു കെട്ടടി വിരുന്നായാലോ. പിന്നെ അതും എനിക്കിന്ന് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതിൻ്റെ അനിയൻ്റെ മധുരങ്ങളിൽ, പിന്നെ എനിക്ക് യൂട്യൂബ് തുടങ്ങിയിട്ട് ഏറ്റവും ഫസ്റ്റ് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് അതും ഒരു സെറ്റ് സാരി. അപ്പോൾ അത് ഞാൻ കാണ്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇന്ന് കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ സാരി ഉടുക്കാൻ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊടുക്കും കേട്ടോ. പിന്നെ ഇത് ഇച്ചിരി സ്റ്റിഫായത് കൊണ്ടിട്ട് ഉടുക്കാൻ സുഖമാണ്, പക്ഷേ പുതിയതാണല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഉടുക്കാൻ വേണ്ടി കുറച്ച് ഒതുങ്ങി കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ആരുടെങ്കിലും ഹെൽപ്പില്ലാണ്ട് പറ്റില്ല. അങ്ങനെ പിന്നെ ചേട്ടൻ ഞാൻ കൂട്ടിന് പിടിച്ചു കേട്ടോ. അമ്മ അപ്പുറത്തെ സാരി ഉടുക്കണോണ്ട് അമ്മനെ വിളിക്കാൻ പറ്റില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ സാരി ഉടുത്ത് റെഡി ആയിട്ടുണ്ട്. അതിന് മാച്ചായ മാലയും കമ്മലൊക്കെ ഞാൻ നേരത്തെ, അതായത് ഓണത്തിന് വാങ്ങി വെച്ചതാണ് കേട്ടോ. അത് ഇപ്പോഴാണ് ഇടാൻ തരം കിട്ടിയത്. അങ്ങനെ മുടിയൊക്കെ കെട്ടി, മുടി നമ്മുടെ പിന്നെ സ്ഥിരം കെട്ടല് തന്നെ. പിന്നെ ഒരു റെഡ് കളറിലൊരു കുഞ്ഞു പൊട്ടൊക്കെ തൊട്ടിട്ട് സുന്ദരിയായിട്ടുണ്ട്. സുന്ദരിയായെന്ന് ഞാൻ തന്നെ പറയണം കേട്ടോ. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. സാരി പ്ലീറ്റ് കുത്താതെ ഞാൻ 1 ലെയറായിട്ട് അങ്ങോട്ട് ഇട്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി എളുപ്പമാണല്ലോ. അപ്പോൾ മൊത്തത്തിലുള്ള ലുക്ക് ഇതാണ്. അപ്പോൾ അത്ര കൊണ്ട് ടാറ്റാ.